അമ്പലപ്പറമ്പ് വഴിയാണോ പോകുന്നത്? അതെ. എന്റെ വീട് ആ കാവിനപ്പുറത്താ. ഞാനും വന്നോട്ടെ? ഈ ചൂട്ടുവെട്ടത്തിൽ അങ്ങ് എത്താമല്ലോ. ഓഹോ, വന്നോളൂ. ഞാൻ കൊണ്ടുപോയി വിടാമല്ലോ. എന്റെ പിന്നാലെ പോരൂട്ടോ. വഴിയിൽ വല്ല ഇരജന്തുക്കളും കാണും. മുറുക്കാനുണ്ടോ കയ്യില്? ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ മുറുക്കാറില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്താ വരുന്നു? രാത്രി നമുക്ക് അവിടെ കഴിയാം. എന്നിട്ട് രാവിലെ പോയാ പോരെ? വീട്ടുകാർക്ക് വല്ല സംശയം ഉണ്ടാവോ? ഏയ്, എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതെയോ? രാത്രി കാഴ്ചയും കുറവാ. എന്നാ വലിഞ്ഞു നടന്നോളൂ. ഇന്നത്തെ ശകുനം നല്ലത് തന്നെ. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, നീതി കിട്ടിയതുപോലെ ആയിന്ന് പറഞ്ഞതാ. അയ്യോ, ഞാൻ ഇപ്പൊ വീണേനെ. എന്നാ എന്നെ പിടിച്ചു നടന്നോളൂ. ഒന്ന് വേഗം നടക്കൂ. അല്ല, ഇനി നടക്കാൻ വയ്യെങ്കിൽ ഞാൻ എടുക്കാം. എനിക്കിതൊക്കെ നിസാരം. എത്ര പേരെ എടുത്തിരിക്കുന്നു നല്ല കാലത്ത്. വിളിച്ചുവോ? നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും കൂട്ടിയാ? പാലായാലോ? വിരോധമില്ല. ഇടോ എന്തോ മധ്യാഹ്ന പൂജ കഴിഞ്ഞാൽ നാം പുറപ്പെടുന്നു തളയ്ക്കാൻ. ആരെ? അവളെ അയച്ചേ. ശരി തിരുമേനി, തിരുമേനി പൊക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. താനും എന്നോടൊപ്പം പുറപ്പെടുന്നു. ഞാൻ അറിയാൻ ഇവിടെ ഒന്നുമില്ല. അയ്യോ തിരുമേനി പേടിക്കേണ്ട തിരുമേനി. ഇനി യക്ഷിയല്ല, യക്ഷിയുടെ തള്ള വന്നാലും തിരുമേനി മാത്രം മതി. അതിന് ഞാൻ എന്തിനാ? ശുംഭൻ, കുഞ്ചമൻ പോറ്റിയുടെ കൂടെ വരാൻ താൻ ഭയപ്പെടുകേ? അല്ല, ബ്രഹ്മരക്ഷസിന്റെ കാര്യം തനിക്ക് ഓർമ്മയില്ലേ? തയ്യാറായിക്കോളൂ. എന്തൊക്കെയാണോ തനിക്കെന്താ ഒരു ഭയം പോലെ? ഭയമുണ്ടോ എന്ന് ചോദിച്ചാ പരിഗണ്ട. ഉണ്ടെങ്കിൽ അവിടെ തുറന്നു പറയണോ? ബ്രഹ്മരക്ഷസിനെ ഒതുക്കിയിട്ടുള്ള ആളാ ഈ കുഞ്ചമൻ പോറ്റി. പിന്നെ അല്ലേ യക്ഷി. നടന്നോളൂ. പകല് തീരും മുമ്പേ അവിടെ എത്തണം. പാട്ട് നിർത്തിയല്ല. എങ്ങോട്ടാ യാത്ര? അതും ഈ രാത്രിയിൽ?
ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് തരുമോ? ഓ പിന്നെന്താ, ദാ, എടുത്തോളൂ. ഇതെന്താ? ഞാൻ യക്ഷിയോ പിശാചോ ഒന്നുമല്ല. കൈകൊണ്ട് തരൂ. ചുണ്ണാമ്പ് എടുക്കുകയും ചെയ്യാം, തിരുമേനിയെ ഒന്ന് തൊട്ടെന്നുമായി. തുടർന്നുണ്ടെങ്കിലേ എപ്പോഴും ആകാലോ. രാത്രിയിൽ ചുണ്ണാമ്പ് കൊടുക്കണത് കത്തി കൊണ്ടാകണേ. ഓ, എങ്കിലെനിക്ക് മുറുക്കണ്ട. നമ്മുടെ കൂടെ വരണം കേട്ടോ ഇല്ലത്തേക്ക്. ഓ, ചുണ്ണാമ്പ് തരാത്ത ആളിന്റെ കൂടെ വന്നിട്ട് എന്താ മെച്ചം? കൊണ്ടുപോകാമോന്ന് നാം ഒന്ന് നോക്കട്ടെ. ഞാൻ നിന്നെയും കൊണ്ട് പുറപ്പെട്ടപ്പോഴേ നിരീക്ഷണ ഒന്ന് ശുഭാൽക്കാണ്. അവളെ പിടിച്ചു കേട്ടോ. ഇനിയും വരണോ തിരുമേനി? തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇനി കാട്ടിൽ കൂടി യാത്ര വേണ്ട. ഇന്നലെയും ഞാൻ ഒരുത്തനോട് പറഞ്ഞു പോകരുതേന്ന്. കേട്ടില്ല. നേരം വെളുത്തപ്പോ 5-6 അസ്ഥിക്കഷ്ണം മാത്രം ബാക്കിയുണ്ട്. ആ യക്ഷി ഒന്ന് തളയ്ക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ലേ തിരുമേനി? അത്ര പെട്ടെന്നൊന്നും പിടികിട്ടില്ല കുഞ്ഞെ. സ്നേഹിച്ച പുരുഷനെ കിട്ടാതെ ആത്മഹത്യ ചെയ്ത ഒരു രാജകുമാരിയാണവൾ. ഏത് രാജകുമാരി? തിരുമേനിക്ക് അറിയാമോ ആ കഥ? നിങ്ങൾ അവിടെ ഒരു കൽമണ്ഡപം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന് താഴെ അല്ലേ? അതെ. അവൾ എന്നും ആ ഭാഗങ്ങളിൽ ചുറ്റിയതേ. അതെന്താ തിരുമേനി അവൾ അവിടെ തന്നെ കടന്നു ചുറ്റുന്നത്? പറയാം. പണ്ടിവിടം ഒരു രാജകൊട്ടാരമായിരുന്നു. അവിടത്തെ രാജകുമാരി അവരുടെ ഒരു സാധാരണ ഭടനുമായി പ്രേമബന്ധത്തിലായി. കൊട്ടാരവൃത്തങ്ങൾ അറിയാതെ ആ ബന്ധം അങ്ങനെ തഴച്ചു വളർന്നു.